സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ തുടങ്ങിയതാണ്. ഈ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് സ്കൂളിൻ്റെ സമയം ദീർഘിപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുന്നു. അതിന് സമസ്ത ഈ സമയമാറ്റത്തിനെതിരെ നിലപാടെടുക്കുന്നു. പക്ഷേ പിന്നീട് സമസ്തയുടെ ആ ഒരു സമ്മർദ്ദം അത് ഈ വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിക്കുന്നില്ല. സ്കൂളിലെ സമയമാറ്റം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ കോഴിക്കോട് സമസ്ത മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ഇന്നിപ്പോൾ ഒരു സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തുന്നുണ്ട്. രേഖാമൂലം തങ്ങളുടെ പ്രതിസന്ധി, തങ്ങൾ നേരിടുന്ന കാര്യങ്ങളൊക്കെ സർക്കാരിനെ അറിയിച്ചിട്ടും ബോധ്യപ്പെടുത്തിയിട്ടും ഈ വിഷയം പരിഗണിക്കാതെ വന്നു, അതുകൊണ്ട് പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്നു എന്നാണ് ഈ അസോസിയേഷൻ പറയുന്നത്. രതീഷ് വാസുദേവനുണ്ട് നമുക്കൊപ്പം കോഴിക്കോട് നിന്ന്. രതീഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ ഈ സമയക്രമ മാറ്റം അത് മദ്രസ വിദ്യാഭ്യാസത്തെ വളരെ ദോഷകരമായി ബാധിക്കുമെന്ന കാര്യം സമസ്ത നേതാക്കളൊക്കെ വിദ്യാഭ്യാസ വകുപ്പിനെയും സർക്കാരിനെയും അറിയിച്ചിരുന്നു. പ്രത്യേകിച്ച് ജിഫ്രി മുത്തക്കോയ് തങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടുപോലും ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ചതുമാണ്. പിന്നീട് ആ നിലപാടിനൊപ്പമല്ല സർക്കാർ നിന്നത്. സമയക്രമ മാറ്റവുമായി സ്കൂള് മുന്നോട്ട് പോവുകയാണ്, വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ കൺവെൻഷനിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം? സർക്കാരിനെതിരെ കൂടുതൽ ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുകയാണോ സമസ്ത? അങ്ങനെയാണോ നീക്കങ്ങൾ? ലക്ഷ്മി, ഗുഡ് മോർണിംഗ്. തീർച്ചയായും അത്തരം ഒരു നീക്കത്തിലേക്ക് സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ പോകുന്നു. അവരുടെ കീഴിലുള്ള മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ നീങ്ങുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് ഇന്നത്തെ ഈ സമരപ്രഖ്യാപന കൺവെൻഷൻ. കാരണം നമുക്കറിയാം, ജിഫ്രി മുത്തുക്കോയ തങ്ങളൊക്കെ ഉൾപ്പെടെയുള്ളവർ സർക്കാരുമായി പല കാര്യങ്ങളിലും സമരസപ്പെട്ട് പല വലിയ വിവാദങ്ങളിലൊക്കെ തന്നെ സമരസപ്പെട്ട നിലപാടായിരുന്നു കുറേ കാലങ്ങളായി എടുത്തിരുന്നത്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായാണ് ഈ മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഈ സ്കൂളിലെ രാവിലെയും മറ്റുമുള്ള സമയമാറ്റവുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് അത് പരിഗണിച്ചില്ല. മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിച്ചിട്ടും അതിലൊരു ചർച്ചയും മറ്റും ഉണ്ടായില്ല എന്ന ആക്ഷേപവും അവർക്ക് ശക്തമായിരുന്നു. അതിനെ തുടർന്നാണ് ഈ സ്കൂൾ സമയം മാറ്റത്തിലുള്ള അവരുടെ പ്രതിഷേധം അറിയിക്കാൻ ഇന്നൊരു സമരപ്രഖ്യാപന കൺവെൻഷൻ കോഴിക്കോട് ടൗൺ ഹാളിൽ വിളിച്ചു ചേർത്തിട്ടുള്ളത്. 10 മണിക്കാണ് കൺവെൻഷൻ. മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറി AT അബ്ദുള്ള മുസ്ലിയാരാണ് അതിൽ പ്രധാനമായി പങ്കെടുക്കുന്നത്. നമുക്കറിയാം, സമസ്തയുടെ ഉൾപ്പെടെ 11,000-ഓളം മദ്രസകളാണുള്ളത്. അതിൽ 12 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഭൗതിക വിദ്യാഭ്യാസം നടത്തുന്നുണ്ട്. ഇതിനൊക്കെ തന്നെ വലിയ പോരായ്മകൾ വരും. തങ്ങളുടെ കരിക്കുലവുമായി ബന്ധപ്പെട്ട സമയക്രമവുമായി ബന്ധപ്പെട്ട ഒക്കെ തന്നെ മാറ്റങ്ങൾ വരുന്നു. അത് കുട്ടികളുടെ പഠനത്തെ ബാധിക്കും എന്നതാണ് ഇപ്പോൾ മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷനും മറ്റും ഈ മദ്രസയുടെ നടത്തിപ്പുകാരുമൊക്കെ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. സമസ്ത ഇതിൽ കൃത്യമായൊരു നിലപാടെടുത്തിരിക്കുന്നു. വലിയ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. സമയമാറ്റം വളരെ അത്യാവശ്യമാണ്. മാത്രവുമല്ല, അത് അത്തരത്തിൽ ഒരു ചർച്ച പോലും നടത്താതെ സർക്കാർ ഏകപക്ഷീയമായി അങ്ങനെ നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു പ്രതിഷേധവും ഒരു പരിഭവവും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു സമരപ്രഖ്യാപന കൺവെൻഷനാണ് ഇന്ന് നടക്കുന്നത്. മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ അവരുടെ കീഴിൽ തന്നെ 11,000 മദ്രസകളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സമരപ്രഖ്യാപനം തന്നെയായി വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റി നിർത്താനാവാത്ത ഒരു പ്രതിഷേധ പരിപാടിയായി തന്നെ ഇത് മാറും വരും ദിവസങ്ങളിൽ നിന്ന് ഉറപ്പാണ്. സേതു. ഓക്കെ രതീഷ്, ഇപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ സമസ്ത സമരം ഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ വിദ്യാഭ്യാസ വകുപ്പോ സർക്കാരൊക്കെ നയമാറ്റത്തിന് തയ്യാറാകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. കാരണം തിരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവല്ലേ, ഇനി തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു, അതിനുശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. എന്തൊക്കെയാകും സർക്കാരിൻ്റെ തീരുമാനം എന്നൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി അറിയാം.